ഷലോം. ഞാൻ റീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. സഹോദരങ്ങളെ, കുറച്ച് ലേറ്റായി പോയി കേട്ടോ ലൈവിൽ വന്നപ്പോഴത്തേക്കും. കാരണം വെച്ചാൽ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. കുഴിമന്തി ആക്ച്വലി ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് തന്നെ ഇബ്രഹാം റൈസി ഇന്ന് കുഴിയിലടക്കുന്ന ദിവസമാണല്ലോ. അവനെ കുഴിയിലടക്കുന്നത് കൊണ്ട് തന്നെ എന്നാ കുഴിമന്തി വെച്ച് കഴിച്ച് അവനെ കുഴിയിലടക്കുന്നതൊന്ന് ഓർമ്മിച്ചേക്കാന്ന് കരുതിയിട്ട് അതിനു വേണ്ടി കുഴിമന്തി കഷ്ടപ്പെട്ടുണ്ടാക്കി ഞാൻ കഴിച്ചയാ. അതുകൊണ്ടാണ് ലൈവിൽ വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. സോറി കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഒരു മിനിറ്റ്, നല്ല കാറ്റുണ്ട്. ഞാൻ ഈ രാത്രിയിൽ ഇരുട്ടത്ത് ഇന്ന് ലേറ്റായിട്ട് ലൈവിൽ വന്നു. നെറ്റ് കംപ്ലൈന്റ് ഉണ്ട്. നമ്മുടെ ഓക്കെ. ഇനി എനിക്ക് ആക്ച്വലി എൻ്റെ ക്യാമറയ്ക്ക് എന്ത് പറ്റി? ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഇന്ന് ലൈവിൽ വരാമെന്ന് രാത്രിയിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ലൈവിലേക്ക് വന്നത് തന്നെ. ഈസ് ഇറ്റ് കോൾഡ് ഇൻ ജെറുസലേം? ഈ തോമസ് ഉമ്മൻ, ജെറുസലേമിലെ രാത്രിത്തെ കാലാവസ്ഥ വളരെയധികം ബുദ്ധിമുട്ടാണ്. തണുപ്പ് ഉണ്ട്, പിന്നെ കാറ്റും കൂടി വീശുന്നത് കൊണ്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. റേച്ചൽ ജോൺ, അയ്യോ ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ അപ്പോ എന്തിനാ അങ്ങനെയൊക്കെ ഇരിക്കുന്നേ? ഉറങ്ങിക്കോ. നിങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടൊന്നും ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഷാലറ്റേ, ദീപ, അയ്യോ അപ്പൊ എല്ലാവരുടെയും പേര് വിളിക്കേണ്ടി വരത്തില്ലേ? 1-2 പേരെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്നായി പോരത്തില്ലേ? ആശാമേരി മോളെ, ബിന്ദു തോമസ്, നന്മ ആൻഡ് ദിലീപ്, അവിടുത്തെ സന്തോഷ് തോമസ്, ആമോസ് ജിപ്സ് ബ്രദറെ, ഷേർലി തോമസ്, പിന്നെ ആരാണ്? തോമസ് ഉമ്മൻ പറഞ്ഞു ഞാൻ. ബീന വട്ടാനട്ട്, ജിഫി അനിൽ, പിന്നെ ആരാണ്? റേച്ചൽ ജോൺ. അയ്യോ നമ്മുടെ റേച്ചൽ ജോൺ ചേച്ചിയാണെങ്കിലുണ്ടല്ലോ ഉറങ്ങാതെ കാത്തിരിക്കുമായിരുന്നു എന്ന്. റീന, നീ കുറച്ച് അഹങ്കാരിയാണ് കേട്ടോ. കുറച്ചുകൂടി നേരത്തെ ലൈവിൽ വന്നുകൂടായിരുന്നു നിനക്ക്. സോറി റീന, കുഴിമന്തിയുടെ ബഹളത്തിലായിരുന്നു. ഇബ്രഹാമി റൈസിനെ കുഴിയിൽ വെട്ടിമൂടുന്നതിന്റെ മുന്നോടിയായിട്ട് ഞാനങ്ങ് അതിനൊരു കുഴിമന്തി ഉണ്ടാക്കി അതങ്ങിരുന്ന് കഴിച്ച് ആസ്വദിച്ചിട്ട് ഞാൻ കുഴിമന്തിയുടെ ഫോട്ടോ ഇട്ട് തന്നില്ല നിങ്ങൾക്ക്. ഇന്നത്തെ കുഴിമന്തി വരെ ടേസ്റ്റും ഇല്ലായിരുന്നു. ആ നാശം പിടിച്ചവന്റെ കുഴിമന്തി ആയിരുന്നു, ഓർമ്മയ്ക്ക് വെച്ച കുഴിമന്തി ആയതുകൊണ്ട്. സത്യം, സാധാരണ കുഴിമന്തി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആക്ച്വലി സ്പൈസസ് കുറവായിരുന്നു. ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് ഞാൻ മറന്നുപോയി. ഉള്ള സ്പൈസസ് വെച്ച് ചട്ടിക്കൂട്ടി അങ്ങ് ചെയ്തു. അപ്പോൾ യെരുശലേമിന്റെ നഗരത്തിലൂടെ രാത്രിയിൽ കണ്ടോ, ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വാനമ്പാടിയെ പോലെ പാറിപ്പറന്ന് നടക്കാൻ സ്വർഗത്തിലെ ദൈവം, അതും യെരുശലേമിന്റെ തെരുവോരങ്ങളിലൂടെ. ഒരു ഐസ് കഫേയും കൂടി കയ്യിലായാലോ? ഇവിടെ എന്തായാലും ഐസ് കഫേ ഇല്ല. നമുക്ക് പോകുന്ന വഴിക്ക് ഷിജിൻ ജെ ജോൺസൺ, കുഴിയിൽ വെട്ടിമൂടാൻ ഒന്നുമില്ല, എല്ലാം കരിഞ്ഞുപോയി. എന്നാലും കുറെ അസ്ഥിക്കൂടമെങ്കിലും ഇവന്മാർ കുഴിയിൽ വെട്ടിമൂടുമല്ലോ, കരിഞ്ഞു പോയാലും. ആശാമോള് ഉണ്ടാക്കിയോന്നോ? ഞാൻ ഉണ്ടാക്കി. ഞാൻ പോയാണ് പഴങ്കഞ്ഞി കുടിച്ചു കേട്ടോ.
ആക്ച്വലി എനിക്ക് നന്നായിട്ട് വിശപ്പല്ലായിരുന്നു ആക്ച്വലി. ലൈവ് കഴിഞ്ഞ് ഞാൻ ഒരു ഉറക്ക ക്ഷീണത്തിലൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ലൈവ് കട്ട് ചെയ്തിട്ടൊക്കെ പോയപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഒരു എരിവ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം. എന്തോ എനിക്കറിയില്ല, ഒരു എരിവ് കഴിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ കാരണം രാവിലെ ഞാനൊരു മധുരമുള്ളൊരു സാധനം കഴിച്ചു, അതെൻ്റെ തെകിട്ട് വന്നു. അപ്പോൾ കുറച്ച് എരിവായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ പോയ ഉടനെ കഴിക്കണമെന്ന് തോന്നി. വീട്ടിലപ്പോൾ എന്താ ഉണ്ടായിരുന്നത്? വീട്ടിലുണ്ടായിരുന്ന ചോറുണ്ടായിരുന്നു, പിന്നെ ഒരു ചിക്കൻ ലെഗ് പീസ് ഉണ്ടായിരുന്നു, മുട്ട നമ്മൾ ഓംലേറ്റ് അടിച്ചതും ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു മുളകില്ലേ അതുണ്ടായിരുന്നു, പിന്നെ ഒലിവും കായും ഉണ്ടായിരുന്നു, ഉപ്പിലിട്ട് വെച്ചിരുന്ന ഒലിവും കായും ഉപ്പിലിട്ട് വെച്ചിരുന്ന മുളകും ഉണ്ടായിരുന്നു. ഞാൻ എന്നാ ചെയ്തു, ആ ചോറെടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ ഉപ്പിലിട്ട് വെച്ചിരുന്ന മുളകൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയാണെന്ന് എവിടെ ഒലിവ് കായും കൂടി ഇട്ടിട്ട് പിന്നെ ആ ചിക്കൻ ഒന്നുകൂടി എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ആക്കി മുട്ടയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഞാനങ്ങ് കഴിച്ചു. വലിയൊരു ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു അല്ലേ ദീപ? എല്ലാവർക്കും ലിങ്ക് ഷെയർ ചെയ്തു. അങ്ങനെ ഞാൻ പോയ ഉടനെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് ഞാൻ കുഴിമന്തിക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ഞാൻ പഴഞ്ചോറ് ആദ്യമായിട്ട് ഇസ്രായേലിൽ നിന്നും കഴിച്ചു. പഴങ്കഞ്ഞിയും ചിക്കൻ വറുത്തതും, ചിക്കൻ വറുത്തത്, ഓക്കെ. അതെ, ഇന്നേ ദിനം ദൈവനിർമ്മിതം സന്തോഷിക്കാം നമുക്കാനന്ദിക്കാം. ഇന്നേ ദിനം ദൈവനിർമ്മിതം. സൂപ്പർ ആയിരുന്നോന്നോ പഴങ്കഞ്ഞി? എൻ്റെ അപ്പേ, സൂപ്പർ ആയിരുന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്കഞ്ഞിക്കകത്ത് നമ്മള് മുളക്, ആ ഉണ്ടമുളകുണ്ടല്ലോ, ഉപ്പിലിട്ട് വെച്ച മുളകിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ? ആ ഉപ്പിലിട്ട് മുളകൊക്കെ കൂട്ടി എരിവ് വെച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ കഴിച്ചപ്പം ഒരു ഒന്നൊന്നര ടേസ്റ്റ് ആയിരുന്നു പഴങ്കഞ്ഞി. നമ്മുടെ നാട്ടില് ഞാനേ ബസ് കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫണ്ണി ആയിട്ടൊക്കെ നിങ്ങളുടെ സംസാരിക്കുന്നത്. ഞാൻ സീരിയസിലോട്ട് വന്നില്ല. ഇന്നലെ സീരിയസിലോട്ട് എന്നെ ഒരുത്തനാക്കിയിട്ട് അവൻ അവസാനം എന്നെ ജോക്കറാക്കി മാറ്റിക്കളഞ്ഞു. അതാണ് പ്രശ്നം. സീരിയസ് ആകാൻ പറ്റില്ല. ഞാൻ സീരിയസ് ആകണം എന്നൊക്കെ ചിന്തിക്കുന്നയാ പ്രിയ സഹോദരങ്ങളെ. എന്ത് ചെയ്യാനാ, ചില സമയങ്ങളിലൊക്കെ റീന ഫന്നിയായി പോകും. ഓക്കെ, സാരമില്ല, നല്ലതിനാണ്. ഞാൻ ബസ് കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വളരെ സീരിയസ് ആയിട്ടൊന്നും ഇപ്പം സംസാരിക്കാതെ ഞാൻ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബസ്സൊക്കെ കയറിയിട്ട് ഞാൻ ചെന്നിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സീരിയസ് ആകാം. എന്തു പറയുന്നു? ആശമോളെ, ഇന്ന് അങ്ങനെ ഇറാൻ പ്രസിഡന്റ് ഹൂറിയുടെ അടുത്ത് സ്വർഗം കാണാൻ പോയിട്ടുണ്ട്. സുഡുക്കൾക്ക് സന്തോഷമായി. അയ്യോ അങ്ങനെ പറയരുത്, ഹൂറികളുടെ അടുത്ത് പോയിട്ടില്ല. ഹൂറിയുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല. ഹൂറികൾക്ക് എന്തുവാ, മുറിയണ്ടിയാണ് ഹലാല്. അപ്പൊ പൊട്ടിത്തെറിച്ചു പോയ മുറിയണ്ടികൾ ഹറാമാണ് ഹൂറികൾക്ക്. മനസ്സിലായോ? ഇവൻ ബോംബില് ഹെലികോപ്റ്ററിൽ പൊട്ടിത്തെറിച്ച് പോവുകയല്ലേ ചെയ്തത്. വല്ല യഹൂദന്മാരെ കൊല്ലാനോ ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് വല്ലതും സ്വയം പൊട്ടിത്തെറിച്ചാകാൻ വേണ്ടി പോയവന്മാരാണെങ്കിൽ ഇരുമ്പ് ചട്ടിയൊക്കെ ഇട്ടിട്ട് പോകുമെന്നൊക്കെ പറയാം. പക്ഷെ ഇവൻ അങ്ങനെ പോയവനല്ലല്ലോ. ഇവൻ എന്തോ ആവശ്യത്തിന് വേണ്ടി പറന്നു പോയവന്റെ പൊട്ടിത്തെറിച്ചെത്തിയപ്പോ മുറിയണ്ടിയൊക്കെ പൊട്ടിപ്പോയില്ലേ. അപ്പം അതൊക്കെ ഹൂറികൾക്ക് ഹറാമാണ്. അടുപ്പിക്കുന്നത് പോലും ഇല്ല അവന്റെ പരിസരത്ത്. അതുകൊണ്ട് തുലുക്കന്മാരൊക്കെ ഭയങ്കര കരച്ചിലാണ്.
മണിക്കുട്ടൻ ഇന്നലെ യഹൂദന്മാരെ പറഞ്ഞു വന്നത് ആ മണ്ടൻ ഗുണാപ്പനെല്ലാം നശിപ്പിച്ചു. അതെ അതെ, അതുകൊണ്ട് ഇന്നലെ നിങ്ങൾക്ക് നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ലൈവ് കിട്ടിയില്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു ചിരി വമ്പർ ചിരി പോലത്തെ ലൈവ് നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയില്ലേ? ഞാൻ ഇത്രയും ചിരിച്ച ഒരു ലൈവ് അപ്പോ അത് ഓർത്തോർത്ത് ഇന്ന് രാവിലെ ഇരുന്ന് ചിരിക്കുമായിരുന്നു ഞാന്. എന്നിട്ട് ചിലരോടൊക്കെ ഇന്നലത്തെ ലൈവ് കണ്ടോ ആ കണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നത്തെ ലൈവ് കണ്ടോ? രാത്രിത്തെ ലൈവ് കണ്ടു സിസ്റ്ററെ, നല്ല ലൈവായിരുന്നു, കണ്ടു. അപ്പം ആ റിയാക്ഷനിൽ നിന്ന് തന്നെ മനസ്സിലായി ഇവർ കണ്ടില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ടും കണ്ടോ ഇന്നലത്തെ ലൈവ്, രാത്രിത്തെ ലൈവ്? ഞാൻ കണ്ടായിരുന്നു സിസ്റ്റർ, ഇരുന്ന് കണ്ടായിരുന്നു ഇന്നലത്തെ ലൈവ്. ഞാൻ പറഞ്ഞ കൊള്ളാം, സൂപ്പർ. എക്സ്പ്രഷനിൽ തന്നെ ഇന്നലത്തെ ലൈവ് കണ്ടു എന്നുള്ളത് ഉറപ്പായി. ഇവരെല്ലാ ദിവസത്തെയും പോലെ ഞാൻ വന്ന് എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ള തരത്തിലായിരിക്കും ചിന്തിച്ചത്. ആക്ച്വലി ഞാൻ എന്തോ കാര്യങ്ങൾ പറയല്ലായിരുന്നല്ലോ. ഇന്നത്തെ ലൈവ് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടവനാണെങ്കിൽ എന്ത് ചെയ്തേനെയായിരുന്നു? തീർച്ചയായിട്ടും മറുപടി പറഞ്ഞേനെയായിരുന്നു. കണ്ട വ്യക്തി ആയിരുന്നെങ്കിൽ, കണ്ടവനായിരുന്നു, സോറി കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞ് തെറ്റിപ്പോയി. കണ്ട വ്യക്തി ആയിരുന്നുവെങ്കിൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കണ്ട വ്യക്തി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെയായിരുന്നു? അയ്യോ സിസ്റ്ററെ ഇന്നലത്തെ ലൈവ് എന്തുവായിരുന്നു സിസ്റ്ററെ എന്നെങ്കിലും എന്നോട് ചോദിച്ചേനെയായിരുന്നു. ആ എക്സ്പ്രഷനിൽ തന്നെ ഞാൻ പിടിച്ചു. ദീപാലിജി പകലത്തെ ആവും കണ്ടത്, ആയിരിക്കും, രാത്രിത്തെ ആയിരിക്കത്തില്ല. എന്നാൽ ലാസ്റ്റ് വന്ന് കിടക്കുന്ന രാത്രിത്തെ ലൈവ് അല്ലേ? അപ്പൊ ആദ്യം കാണുന്ന രാത്രിത്തെ ലൈവ് ആയിരിക്കണമല്ലോ. ഓക്കെ. അപ്പോൾ പ്രസിഡന്റ് അണ്ടിയില്ലാതെ പോകേണ്ടി വന്നു. അതെ 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 അതെ. ഇനി തൊട്ട് കാക്കാമാർ ഇരുമ്പിച്ചട്ടി ഇനി അവർക്ക് മനസ്സിലാകും ആകാശത്തും രക്ഷയില്ല. പറന്നു കിടന്നാലും എന്ത് ചെയ്യും? പൊട്ടിത്തെറിച്ച് ചാകേണ്ടതെല്ലാം പൊട്ടിത്തെറിച്ച് ചാകും എന്നുള്ളത് അവർക്ക് ഉറപ്പായതുകൊണ്ട് ഇനി കാക്കാമാർ ആകാശത്ത് പറന്ന് നടന്ന് ചാകാനും എന്ത് ചെയ്യും? ഇനി തൊട്ട് ഉറങ്ങാൻ കിടന്നിട്ട് കൂടി ചിരി വരുമായിരുന്നു. അയ്യോ ഞാൻ ഓർത്തോർത്തോർത്തോർത്തോർത്ത് ചിരിക്കുമായിരുന്നു. കാരണം ഇവന്മാരുടെ ഈ മണ്ടത്തരത്തെ ഇന്നും മനുഷ്യർ വിശ്വസിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ ചിരിച്ചത്. ഇവന്മാരുടെ മണ്ടത്തരത്തെ ഇന്നും മനുഷ്യർ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ മണ്ട ലോകം ഇന്നും ഇത്രയൊക്കെ വളർന്നാൽ പോലും ഒരു പറ്റാലിയൻ സമൂഹം എന്താ പറയുന്നത് മണ്ടന്മാരായി മാറുന്നുവല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. 1-2 ആൾക്കാരെല്ലാം പോട്ടെ, മണ്ടന്മാരാകുന്നതിനകത്ത് പോട്ടെ, ലോജിക്കുണ്ട്. പക്ഷെ ഈ ഒരു കൂട്ടം മണ്ടന്മാരായി മാറുന്നത്, ആ ലോജിക്കാണ് എനിക്ക് പിടികിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ദൈവവചനം പറഞ്ഞ എത്രയോ സത്യമാണ്. കഴുതകൾക്കൊരിക്കലും ബുദ്ധി വരില്ല. കഴുതകൾ ഇരുന്ന് കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്നുള്ളതല്ലാണ്ട് അതിന് ബുദ്ധി വരില്ല. അപ്പൊ അത് ഇങ്ങനെ കരഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. യഹൂദൻ തന്നെ പോട്ടെ, നിന്റെ കഴുതക്കാമം കരഞ്ഞു തീർക്കടാ എന്ന് പറഞ്ഞ് കുറെ സോഷ്യൽ മീഡിയകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? യഹൂദന്മാർ തന്നെ ഉമ്മയുടെ കരച്ചിലടക്കാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ആ യഹൂദന്മാരുടെ പേജും മേടിച്ച് എല്ലാ ടെക്നോളജിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞ് തീർക്കുക ഈ കഴുതകൾ വന്നിട്ട്. ആശാമോളെ ഗോഡ് ബ്ലെസ് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. മുത്തേ, നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുവോ? എന്തിനാണ് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ടത്? നെതന്യാഹുവിനെതിരെ കുറെ കേസുകളൊക്കെ അത് കുറെ കാലം തൊട്ടേ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് നടക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കട്ടെ ആ കേസുകള്. അത് എന്താ പറയാ, അതൊക്കെ ഒന്നും ഇപ്പം നടത്താൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഒരിക്കലും. എന്താടാ 2 മിനിറ്റ് എഴുതി വെച്ചിട്ട് ഇനിയും 4 മിനിറ്റ് പോലും ബസ്സിന്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് ഭയങ്കരം.
പിന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ തക്കവണ്ണം നെതന്യാഹു എന്ത് ഇന്റർനാഷണൽ ക്രിമിനൽ ആണോ? ഇന്റർനാഷണൽ ഗവൺമെന്റ് ഇവന്മാര് പലതും പുറപ്പെടുവിക്കും. മനസ്സിലായോ? ഇന്റർനാഷണൽ ഗവൺമെന്റ് കീഴിലല്ലല്ലോ നെതന്യാഹു ജീവിക്കുന്നത്. നെതന്യാഹുവിന്റെ രാജ്യത്താണ് ജീവിക്കുന്നത്. ഒരു ചുക്കും ഒരു മണ്ണാങ്കട്ടിയും ചെയ്യാൻ പോണില്ല ഒരുത്തനും. നെതന്യാഹുവിനെയൊക്കെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. വിവരം ഇന്റർനാഷണൽ കോർട്ടാണെങ്കിലും കീർട്ടാണെങ്കിലും യവനാണെങ്കിലും ഇസ്രായേലിന്റെ ഒരു എന്താ പറയുന്ന ഒരു സന്തതിയെ ആര് തൊട്ട് കളിച്ചാലും അതെന്റെ ഇസ്രായേലിനകത്ത് തമ്മിൽ ഭിന്നത ഉണ്ടാകാം, അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, എന്തെങ്കിലും ഉണ്ടാകാം. അത് ഇസ്രായേൽ തീർത്തോളും. ദീപാലിജു അത് പ്രൊപ്പഗണ്ടയല്ലേ? അയ്യോ, അത് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ദീപാമോളെ? അങ്ങനെ പറയരുത്. പ്രൊപ്പഗണ്ട ബേസിൽ തോന്നിയവാസവും തെമ്മാടിത്തരവും ഒക്കെ നടത്തുമ്പോൾ അതിന് വഴിയൊരുക്കി കൊടുക്കുന്നത് പോലും നമ്മുടെ ഇന്റർനാഷണൽ കോർട്ടും UN-ഉം അവരും ഇവരും സാത്താൻ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ. അപ്പൊ അവരോടൊന്നും പോയിട്ട് ഇങ്ങനെയൊന്നും ചോദിച്ചേക്കരുത്. അത് ശുദ്ധ മണ്ടത്തരമായ ചോദ്യമാണ്. ആമോസ് ജിസുറേ, തീർച്ചയായിട്ടും ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ ആസനത്തിനകത്തൊരു മിസൈൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവന്റെ സൂക്കേട് തീരും. അത് തന്നെ, ഇന്റർനാഷണൽ കോർട്ടാണെങ്കിലും ഏത് വൃത്തികെട്ടവന്മാരാണെങ്കിലും ഇസ്രായേലിന്റെ മൂട്ടിനകത്തോട്ട് കയറി വന്നിട്ട് ഇസ്രായേലിനെ നോണ്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, വല്ലവന്മാർക്കും വേണ്ടി നോണ്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ അങ്ങനെ ഇപ്പൊ ഞങ്ങളെ നോണ്ടിയിട്ട് എല്ലാവരും സുഖിച്ച് പൊളച്ച് ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ആസനത്തിനകത്ത് ഒരു മിസൈൽ വെച്ച് വിട്ടുകഴിഞ്ഞാൽ ഇന്റർനാഷണൽ കോർട്ടെന്നല്ല ഏത് കോർട്ടാണെങ്കിലും അവന്റെ ഗതി അതോ ഗതിയാ. ആമേൻ, പ്രൈസ് ഗോഡ്. ഒക്ടോബർ 7 ഒരു കോർട്ടും ഉണ്ടായിരുന്നില്ല. ഇനി ഒട്ടും ഒരു കോർട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോണുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ചെറ്റകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇതെന്താ ഈ ബസ് ഇത്രയും നേരമായിട്ടും വരാണ്ടിരിക്കുന്നത്? ദേ വന്നു ദാ പോയി, ദേ വന്നു ദാ പോയി, ദാ വന്നു ദേ പോയി. അയ്യോ, ഇതിനകത്ത് AC ഇട്ട് തള്ളി മറച്ചു വെച്ചിരിക്കുകയാണല്ലോ കർത്താവേ. AC ഇട്ട് തള്ളി വെച്ചിരിക്കുകയാണല്ലോ. വെച്ചിരിക്കുന്ന തണുക്ക് നന്നാതെ തണുക്കും. അതിനകത്ത് AC-യും കൂടി ഉമ്മാരിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ എങ്ങനെ സഹിക്കുമോ? പുതപ്പ് വേണോ? അയ്യോ വേണം. ഇവന്മാര് AC ഇട്ട് വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യാനാ? അയ്യോ, പുറത്ത് കാണിക്കാതെ നോക്കി കഴിയുമ്പോഴത്തേക്കും പുറത്ത് രാത്രിത്തെ കാഴ്ചകൾ പുറത്ത് കാണിക്കാമെന്ന് നോക്കിയാൽ നിങ്ങൾ അകത്തെ കാഴ്ചയാണ് കാണുന്നത്. രാത്രിത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. കോലക്കവത്ത് കണ്ടോ? രാത്രി നല്ല രസമില്ലേ കാണാനായിട്ട്? നമ്മുടെ ഈ ജെറുസലേമിലൂടെയുള്ള യാത്ര ഒരു ഭംഗി നിറഞ്ഞ യാത്രയല്ലേ? ירושלים של זעם ושל נחושת.
മുകളിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അത് AC, തണുത്ത AC ഇട്ടിരിക്കുന്നതുകൊണ്ട് തണുപ്പേ വരത്തുള്ളൂ, ചൂട് വരത്തില്ല. ചൂട് AC ഇടുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചു വെച്ചുകൊണ്ട് ചൂട് കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടോ, യെരുശലേം ഇസ്രായേലിന്റെ ഫ്ലാഗ് പറക്കുന്നുണ്ടോ രാത്രിയിൽ, മനോഹരതയേറിയ. ഒരു മിനിറ്റേ, ഒരുത്തനെ കിട്ടാണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ബാസി അവന്റെ ഉമ്മയുടെ വായില് ഉസ്താദ് തൂറി വെക്കുന്നുണ്ടെന്ന്. ബാസി നിന്റെ ഉമ്മയുടെ വായിൽ ഉസ്താദ് തൂറി വെക്കുന്നതിന് ഞാൻ എന്നാ ചെയ്യണം? ബാസിയെ തൂറാന്റെ മക്കൾക്ക് പിന്നെ തൂറി വെക്കാണ്ട് പിന്നെ തൂറാന്റെ മക്കൾക്ക് എടുത്തു വെച്ചിട്ട് അവന്മാര് ഉമ്മ വെക്കുവോ? എടാ ബാസി, എടാ ചെറ്റ് ബാസിയെ, ബാസി, എന്റെ പേരും വായിക്കാൻ പറ്റുന്നില്ലല്ലോ. ബാസി. എടാ ബാസി, തൂറാന്റെ മക്കൾക്ക് തൂറി വെക്കാതെ പിന്നെ തൂറാന്റെ മക്കൾക്ക് അവന്മാര് എന്തുവാ മിസൈൽ കയറ്റി വെക്കും കൊതത്തിനകത്തോട്ട്. ചേറ്റേ, നിന്റെ ഉമ്മയുടെ വായിൽ ഉസ്താദ് തൂറി വെച്ചു എന്നുള്ള കഥ പറയാനായിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അത്രയ്ക്കും നിന്റെ ഉമ്മയ്ക്ക് കടി കൂടുതലായതുകൊണ്ടാണ് ഉസ്താദ് നിന്റെ ഉമ്മയുടെ വായിൽ തൂറി വെക്കുന്നത്. കാരണം കൊതത്തി ബോഹിക്കുന്നവന്മാർക്ക് എന്ത് തോന്നിയവാസവും തെമ്മാടിത്തരവും ചെറ്റത്തരവും ചെയ്യാൻ പറ്റുമല്ലോ. ബാസിയെ, തൂറാന്റെ മക്കൾക്ക് തൂറിയല്ലാണ്ട് പിന്നെ തൂറാന്റെ മക്കൾക്ക് വേറെന്തെങ്കിലും ചെയ്ത് ശീലമുണ്ടോടാ ചെറ്റേ? എടാ നിന്റെ ഉമ്മയുടെ വായിക്കകത്ത് ഉസ്താദ് തൂറി വെച്ചു എന്ന് പറയാനായിട്ട് കഷ്ടപ്പെട്ട് നീ ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഏതവനാ? നിന്റെ ഇമാമ് ഉമ്മയുടെ വായി തൂറി വെച്ചതാണോ? അവന്റെ പേരെന്താ? ഒരു പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്തവന്റെ പേരെന്തുവാണ്? ഖാസിം. ഇമാം ഖാസിമോ? അവനാണോ നിന്റെ ഉമ്മയുടെ വായിൽ തൂറി വെച്ചത്? അതോ നിന്റെ ഉമ്മയുടെ വായിൽ തൂറി വെച്ചത് നമ്മുടെ കാല് കൈയും അനക്കാൻ കഴിയാതെ ബാംഗ്ലൂരിൽ കിടക്കുന്ന മദനിയോ, അബ്ദുൾ നാസർ മദനിയാണോ നിന്റെ ഉമ്മയുടെ വായിൽ തൂറി വെച്ചത്? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ബാസിയെ, സുനിൽ അബ്രഹാം സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പോടാ വിവരം കെട്ടവനെ. നീ ഭയങ്കര ഭക്തനാണെങ്കിൽ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് ആ ഭക്തി തെളിയിച്ചിട്ട് പോകും. ചിറ്റേ, നീ ഇങ്ങോട്ട് എന്തിനാ പിന്നെ എഴുന്നള്ളി വന്നേ? ഇറങ്ങി പോടാ വിവരം കെട്ടവനെ. സ്വന്തം പ്രൊഫൈല് പോലും ഇടാൻ പറ്റാത്ത ഊളകൾ ഇറങ്ങിയിരിക്കുക. ബാസി ഉമ്മയുടെ വായില് ഉസ്താദുമാർ തൂറിക്കൊടുക്കാറുണ്ടെന്ന്. അത് ഊറാന്റെ മക്കൾക്ക് ഉസ്താദിനെ തൂറിക്കൊടുക്കാതെ പെടുത്താണോ കൊടുക്കുന്നേ? എടാ വിവരം കെട്ടവനെ. അതുകൊണ്ട് മനുരാജ്, അയ്യോ അവന്മാര് മേത്തന്മാര് പറയുന്നൊന്നും കേൾക്കത്തില്ല പ്രിയ സഹോദര. മേത്തന്മാര് പറയുന്നത് കേട്ടാലും മിണ്ടാതിരുന്നങ്ങ് വാങ്ങിച്ചോളണം. നേത്തന്മാർ അവന്റെ വീട്ടിൽ കയറി അബ്രഹാമിന്റെ ഭാര്യയെ കയറി ബലാത്സംഗം ചെയ്താലും അവൻ മോളെയും കൂടി എടുത്തങ്ങ് കൊടുക്കും. എടുത്തോണ്ട് പോയിക്കോ ബലാത്സംഗം ചെയ്തോന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? സുനിൽ അബ്രഹാമേ, മേത്തന്മാരെ മോളെ ബലാത്സംഗം ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ കൊടുക്കും, അമ്മയെ ചോദിച്ചാൽ മോളെയും കൊടുക്കും. കാരണം ഭക്തന്മാരാണ്. ഭക്തന്മാർ തിരിച്ചു ചോദിക്കാൻ പാടില്ലല്ലോ. തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് കോപിച്ച് ഓടത്തില്ലേ ഇറങ്ങി? മനസ്സിലായോ? കർത്താവ് ഓടിക്കളയും. ഇതുപോലത്തെ ഊളകള് ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് സമൂഹം ഇതുപോലെ ചെറ്റകള് വളരാനും കാരണം. അത് അടികൊണ്ട് കുറെ കഴിയുമ്പോൾ അടി കൊണ്ടും പഠിച്ചോളും. അവന്റെയൊക്കെ മുമ്പിലിട്ട് അവന്റെ അമ്മയെയും മോളെയും ഭാര്യയൊക്കെ ഉടുതുണിയില്ലാതെ ബലാത്സംഗം ചെയ്ത് ഇമാര് കണ്ടം വഴി ഓടിക്കുമ്പം അബ്രഹാം ഇരുന്നിട്ട്, എന്തുവാ എന്റെ പേരെന്തുവാ, സുനിൽ അബ്രഹാം ഇരുന്നിട്ട് കൃപ ഒന്നേ ആനന്ദം ഒന്നേ എന്ന് പറഞ്ഞ് ചോദിക്കും. കർത്താവ് കർണ അടിച്ച് പൊളിച്ചിട്ട് ചോദിക്കും, എടാ ചെറ്റയ്ക്കുണ്ടായവനെ, എടാ നല്ല തന്തയ്ക്കുണ്ടായവനാണെങ്കിൽ
സ്വന്തം ഭാര്യയും അമ്മയും മോളെയൊക്കെ ബലാത്സംഗം ചെയ്യുന്നത് കാണുമ്പോൾ അത്യാവശ്യം ഒരു മനുഷ്യനായിരുന്നോട് നീ ആണത്വമെങ്കിലും കാണിക്കണം, പുരുഷത്വമെങ്കിലും കാണിച്ചൊന്ന് പ്രതികരിക്കണം. പോരാത്തതിന് നീ ഇതൊന്നും ചെയ്യാതെ നീ സ്വന്തം അമ്മയെയും ഭാര്യയും മോളെയും കണ്ടവനിട്ട് ബലാത്സംഗം ചെയ്ത് സമയം നോക്കി എൻ്റെ അടുത്ത് നോക്കിയിട്ട് കൃപ ഒന്ന് ആനന്ദം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിന്റെ കൈക്കും കാലിന് ഊളെ എവിടെടാ ആരോഗ്യം എന്ന് പറഞ്ഞ് കർത്താവ് ഇതിനെ നോക്കി ചോദിക്കേണ്ട അവസ്ഥ വരും. അത് ഈ നാറികൾ ഉണ്ടാക്കിയിടും. മനസ്സിലായോ? ഫ്ലൈറ്റിൽ പോകുന്നത് പോലെയാണോ ശബ്ദം? രാത്രിയിലെ യെരുശലേം, അതെ, രാത്രിയിലെ യെരുശലേം, യെരുശലേമിന്റെ ഭംഗി. തെറിയും വിളിക്കും, കർത്താവിനെയും വിളിക്കും. എന്നാ പുണ്യവാളൻ സുല്ലബ്രഹാമേ! യോ, ഈ പുണ്യവാളൻ, എനിക്ക് ആ പുണ്യവാളനെ കണ്ടിട്ടൊരു കഴുത്തിൽ ഒരു എന്തുവാ മാലയൊക്കെ, എന്തുവാ എൻ്റെ ഒരു പേരെന്തുവാ, കഴുത്തിൽ ഇതൊക്കെ ഇടുമല്ലോ, എൻ്റെ പേര് പൊന്നാടയൊക്കെ അണിയിച്ച് നമുക്ക് ഈ പുണ്യവാളനെ സിലുവക്കൂട്ടിലെടുത്ത് വെച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. വലിയൊരു രൂപക്കൂട്ടുണ്ടാക്കി വെച്ചിട്ടേ നമുക്ക് ഈ പുണ്യവാളനെ തൂക്കി അതിനകത്തെടുത്ത് വെച്ചാലോ? പ്രിയ സഹോദരങ്ങളെ, എന്തു പറയുന്നു നിങ്ങളതുകൊണ്ട് മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയിട്ട് അൽഫോൺസ് അമ്മയെടുത്തോ, നിങ്ങൾ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയിട്ട് മദർ തെരേസ എടുത്തോ, അല്ലെങ്കിൽ മധ്യസ്ഥ വഹിക്കാൻ വേണ്ടിയിട്ട് പത്രോസിനെടുത്തോ പൗലോസിനെടുത്തോ എന്ന് പോകുന്നു. ജീവിച്ചിരിക്കുന്ന ഒരു പുണ്യവാണൻ ദേ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. സുനിൽ അബ്രഹാമിനോട് പോയിട്ട് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്താൽ മതി? ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കത്തോലിക്കക്കാരോടാ പറയുന്നത്. നമുക്ക് ഈ പുണ്യാളനെ സുനിലബ്രഹാമേ ഉണ്ടോ അതോ പോയോ? ഇല്ല കാര്യസാധനം നടക്കുവോടെ കർത്താവിൻ്റെ അടുത്തൊക്കെ? ഞങ്ങളൊക്കെ അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള പുണ്യാളന്മാർ ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള പാവികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ പാവികളെ പോലുള്ളവരുടെയൊക്കെ ജീവിത ശൈലിക്ക് അഡ്ജസ്റ്റ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കത്തോലിക്കക്കാർ പ്രാർത്ഥിക്കാനല്ലേ? ഈ മറിയം എന്തുവാ സ്വർഗത്തിലിരിക്കുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞ കത്തോലിക്കക്കാർ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. നമുക്ക് പിന്നെ സുനിൽ അബ്രഹാമിനെ പറഞ്ഞു വിട്ടാലോ? ആത്മാവേ പോ, ആത്മാവേ പോ, ഇതിന്റെ തുടക്ക വരികൾ മറന്നുപോയല്ലോ എനിക്ക്. ഇപ്പൊ ആത്മാവ് പോയിട്ടുണ്ട്, അത് ഇവിടെ തന്നെ ഇല്ല, അത് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. വഴി പിരിച്ചവർ ഒന്നാകെ വാഴണ, ഒട്ടാകെ വാഴണ ഭൂവാസം, എട്ടിന്റെ പത്താഴം. വഴി പിരിച്ചവർ ഒന്നായി വാഴുന്ന, സന്തോഷമായി വാഴുന്ന ഭൂമിയിൽ പുണ്യാളൻ സുനിൽ അബ്രഹാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സുനിൽ അബ്രഹാം, അയ്യോ അങ്ങനെ തോക്കല്ലേ സഹോദര, സോറി, തോറ്റു. തോൽക്കരുത്. താങ്കൾ ഇങ്ങനെ തോറ്റുപോയാൽ ഞങ്ങളെല്ലാം തകർന്നു പോകത്തില്ലേ? താങ്കളുടെ പ്രാർത്ഥന കൊണ്ടും മധ്യസ്ഥത കൊണ്ടുമാണ് ഞാൻ എൻ്റെ മുഖം നോക്കിയെന്ന് പറഞ്ഞേക്കട്ടെ. അതൊക്കെ അയ്യോ അങ്ങനെ തോറ്റു പോകരുത് പ്രിയ സഹോദര. താങ്കളെപ്പോലുള്ളവരൊക്കെ ഇങ്ങനെ മധ്യസ്ഥ വഹിക്കുന്നത് കൊണ്ടല്ലേ പാപികളായി ഞങ്ങളൊക്കെ ഈ ഭൂമിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുന്നത്. നിങ്ങളെപ്പോലുള്ള പുണ്യവാണന്മാരും ഈ ഭൂമിയിൽ വേണം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമി ബാലൻസ് ചെയ്ത് പോകുന്നത്? നമുക്കിത് ഇങ്ങനെ ത്രാസിൽ ഒരു ഭാഗത്ത് പിന്നെ ഭക്ഷണം വെക്കുമ്പോൾ മറുഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും? ഭാരമുള്ള കല്ല് വെക്കാറുണ്ട്. എന്തിനാണ്? അതിന്റെ കിലോ വെയിറ്റ് അറിയാൻ വേണ്ടി. നമ്മൾ ബാലൻസ് ചെയ്യണ്ടേ? ബാലൻസ് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങളെപ്പോലുള്ള പുണ്യവാളന്മാര് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അതറിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമാണ്. കാരണം ഈ പാപികളായ ഞങ്ങൾ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കണ്ടേ തട്ടിലാണത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കും. കാരണം നിങ്ങൾക്ക് വലിയ വലിയ പുണ്യവാളന്മാരല്ലേ, അടുത്തിരിക്കുകയല്ലേ, കർത്താവിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരല്ലേ. അങ്ങനെയൊന്നും തോറ്റു പോകരുത് പ്രിയ സഹോദര. തോൽവി ഒരിക്കലും നമുക്ക് നല്ലതിനല്ല. സ്വയം തോറ്റു പോകുന്നത് മനസ്സിലായോ?
സുനിലെ നീ ഇപ്പൊ ദുർഗാഷ്ടമിക്ക് നിന്റെ വീട്ടിൽ തീയിട്ട് വിടമാട്ട എന്നെ നീ വിടമാട്ട നീ എങ്കേയും പോക വിടമാട്ട നീ എന്നെ എങ്കേയും പോക വിടമാട്ട എന്ന് പറയുന്നത് പോലെ എന്തിനാണ് എന്റെ സ്ഥലം? ഞാൻ നിങ്ങളോട് സംസാരിച്ച സ്ഥലം പറഞ്ഞു നോക്കരുത്. ശ്രീധരൻ വിളക്കോട്ടൂർ കുന്ന് തലശ്ശേരി പാവം വിട്ടുകളാണ്. ഞാൻ വിട്ടുകളഞ്ഞ് ഞാൻ തലയിൽ തൂക്കിയൊന്നും വെച്ചോണ്ടിരിക്കുന്നൊന്നുമില്ല, മനസ്സിലായോ? പുണ്യാളന്മാരെയൊക്കെ നമ്മൾ കുറച്ച് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്രയും പേജിനകത്തുള്ള പാവികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലുള്ള പുണ്യവാളന്മാര് സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ബാലൻസ് ചെയ്ത് ഓക്കെ. ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് എത്താടെ ഇറങ്ങിക്കൂ ഇറങ്ങിക്കൂ. അയ്യോ നമുക്കിവന്മാരെയൊക്കെ ഒന്ന് toda 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 aba toda rabba tarang tarang tang tarang tarang tang tarang tarang. അയ്യോ, എൻ്റെ പേജ് ഒന്ന് ക്ലിയർ ആവുന്നില്ല, ഞാൻ തുടക്കട്ടെ. ആത്മാവേ പോ ആത്മാവേ പോ. ഓക്കെ, അപ്പോൾ ഞാനിതാ ഹമാസ് തീവ്രവാദികൾ നോക്കട്ടെ. നമ്മുടെ ഇബ്രാഹിം റൈസി മരിച്ചതിന്റെ വേദന എങ്ങനെയാണ് ഈ സുടുക്കുഞ്ഞുങ്ങൾ അതിൽ ആനന്ദം കണ്ടെത്തുകയാണോ കരയുകയാണോ എന്നൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണ്ടേ, പ്രിയ സഹോദരങ്ങളെ, കാണിച്ചു തരണ്ടേ. അതിനാണ് ഞാൻ ഇതിലേക്ക് കൂടി അങ്ങ് പോകുന്നത് കേട്ടോ. കേട്ടോ? അപ്പോൾ ഈ സുടുക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് നമുക്കതിന്റെ പ്രതികരണം എന്നറിയണ്ടേ? എന്തായാലും ഇബ്രാഹിം റൈസി മരിച്ചതിന്റെ വേദനയിൽ ഹർത്താൾ വല്ലതും ആചരിക്കുന്നുണ്ട്, കിടക്കമ്പോളങ്ങൾ തുറന്ന് അടച്ചിട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അവൻ മരിച്ചു പോയതിന്റെ വേദന എങ്ങനെയാണ് ഇവിടുത്തെ ഹമാസ് കുഞ്ഞുങ്ങൾ അതിനെ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്തല്ലോ. ആത്മാവേ പോ. ആക്ച്വലി ഞാൻ വിചാരിക്കുന്നു പെന്തക്കോസ്തുകാർ സാത്താനെ ഓടിക്കാനായിട്ട് കഷ്ടപ്പെട്ട് റീബല വാട ശമ്പല വാട റൂബല വാട എന്നൊന്നും പറയണ്ട, ഈ പാട്ടങ്ങ് പാടിയാദ്യം തോന്നുന്നു എനിക്ക്. ആത്മാവേ പോ ഒരു താരാട്ട് പാടിക്കൊടുത്ത് അതങ്ങ് ഉറങ്ങുകയും ചെയ്യും. നല്ല വൃത്തിയാണ്. പ്രത്യേകിച്ച് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല, അത് വേറെ വിഷയം. എന്നാലും ഈ ശമ്പട വാട റൂബല വാട എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഉറക്കവും പോകും. ഇതാവുമ്പോൾ അത് കേട്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങിയെങ്കിലും പോകും. എങ്ങനെയുണ്ട് അല്ലേ? പെന്തക്കോസ്തുകാർക്ക് പറ്റിയതല്ലേ ഇത്? ആത്മാവേ പോ ആത്മാ. ബാസിത്ത് പോയോ? ബാസി പോയോ? അവൻ കൊണ്ടടിക്കാൻ അപ്പൊ തന്നെ സ്ഥലം കാലിയാക്കിയോ? എന്തിനാടാ ഇവന്മാർ നേർച്ച നേർന്നിട്ട് വരുന്നേ? ആഹാ, കടകമ്പോളങ്ങളിൽ കച്ചവടം പൊടി പിടിക്കുന്നുണ്ടല്ലോ. അവിടെ പാചകത്തിൽ ആഹാരങ്ങൾ വെച്ച് കഴിക്കുന്നു, വാങ്ങിക്കുന്നു. എന്തേ റൈസ് ചത്തതിന്റെ വേദനയൊന്നും ഒരുത്തനെയും കാണുന്നില്ല. ഞാൻ വിചാരിച്ച ചത്തപാടെ എല്ലാണോ കട അടച്ചിടുമായിരിക്കും എന്ന്. കേരളം ചിലപ്പോൾ ഹർത്താളൊക്കെ ആചരിക്കുമായിരിക്കും.
ഞാൻ വിചാരിച്ചു ചത്തപാടെ ഇവരൊക്കെ കട അടച്ചിട്ടിട്ട് ദുഃഖം വരുന്നു. നമ്മുടെ റൈസ് ചത്തേ ഓടിയായോ എന്ന് പറഞ്ഞ് കരയൂന്ന് പറഞ്ഞിട്ട്. എടാ സുടുക്കളെ, എടാ രാത്രിയാടാ സുടുക്കളെ, ഒരുത്തിനും ഇല്ലേടാ. ദേ കൊട്ടേഷൻ കൊടുക്കാൻ താല്പര്യമുള്ളവർ വേഗം കൊടുക്കുക. ഞാൻ ഇതിലെ കൂടിയൊക്കെ തന്നെയാണ് നടക്കുന്നത്. എൻ്റെ ഫോട്ടോ എടുത്ത് ലൈവ് എടുത്ത് അങ്ങ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കത്തി, കടാര, അമ്പ്, വില്ല്, പിന്നെ AK-47, ഉണ്ട, തോക്ക്, അങ്ങനെ ഇത്യാദി സാധനങ്ങൾ എന്തു വേണമെങ്കിലും പയറ്റാവുന്നതാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന്. അതിലൊന്നും നമ്മൾ പകച്ചു പോകുന്ന ആളെയല്ല. അതുകൊണ്ട് ഞാൻ ഇതിലേടി തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആരെങ്കിലുമൊക്കെ കൊട്ടേഷൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നവർ വേഗത്തിൽ ആ കാര്യം ചെയ്യണമെന്ന് സഹൃദയം ഞാൻ അറിയിച്ചു കൊള്ളുകയാണ്. ഓക്കെ, ഞാനിവിടെ തന്നെയുണ്ട്. അപ്പോൾ വേഗത്തിൽ ചെയ്യുമല്ലോ കാര്യങ്ങളൊക്കെ. ഞാനൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരട്ടെ. ഇത് അവന്മാരുടെ കോട്ടയ്ക്കകത്ത് തന്നെ പോയിട്ട് വരട്ടെ. ദേ അങ്ങോട്ട് നോക്കിയേ, ഞാൻ പോകുന്നത് കോട്ടയ്ക്കുള്ളിൽ. ഇതുവരെയ്ക്കും ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കയറിത്തരാം. ഇതാവുമ്പം കൊട്ടേഷൻ കൊടുത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനകത്തോട്ട് ഞാൻ കയറും. ഇതാവുമ്പോഴത്തേക്കും എവിടെ കിട്ടും? കഴിഞ്ഞ ആഴ്ചയും നമ്മുടെ ഒരു യഹൂദനെ ഇതിനകത്തിട്ട് കുത്തി. അദ്ദേഹം സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഓക്കെ, അപ്പോൾ കടാര, കത്തി, അമ്പ്, വില്ല്, AK-47, ഉണ്ട, എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ കരുതാനുള്ള കൊട്ടേഷൻ കൊടുത്തോളൂ. മോന്ത് നല്ല വൃത്തിയാണ് ഞാൻ കാണിച്ചേക്കാം. ഈ ലൈവ് കൊടുത്തേരും കേട്ടോ. ഡ്രസ്സിന്റെ കളറ്, ഒരു കോട്ട്. ഓക്കെ, മാത്യു ജോർജ്, സണ്ണി, ഊരിയ പടിക്കൽ വെയിറ്റിംഗ്. ഓക്കെ, മാത്യു ജോർജ്, സണ്ണി, ഊരിയ പടിക്കൽ. അതെന്താ ഊരിയാലേ പഠിക്കത്തുള്ളോ? അപ്പോൾ ഊരിയില്ലെങ്കിൽ പഠിക്കത്തില്ലേ? അപ്പോൾ ഓരോ എല്ല് ഊരേണ്ട ഉണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ എല്ല് ഊരിയാലേ അപ്പോൾ പഠിക്കത്തുള്ളായിരിക്കും. മാത്യു ജോർജ്, സണ്ണി, ഊരിയ പടിക്കൽ, ഇതാണ് പേര്. അപ്പോൾ മാത്യു ജോർജ് സണ്ണീനെ ഊരിയാലേ പഠിക്കത്തുള്ളൂ, ഊരിയില്ലെങ്കിൽ പഠിക്കത്തില്ല. അപ്പൊ എന്താണ് ആ ഊരിയാൽ പഠിക്കുന്ന സാധനം? ആകെ കൺഫ്യൂഷനാണല്ലോ പ്രിയ സഹോദരങ്ങളെ. മാത്യു ജോർജ് സണ്ണി ഊരിയാലേ പഠിക്കത്തോളന്ന്. അതെന്താണ് ഊരിയാൽ പഠിക്കുന്നത്? അപ്പൊ എന്താ സഹോദര ഊരുമ്പതും? എന്ത് ഊരിയാലാണ് താങ്കൾ പഠിക്കുന്നത്? റെസ്പെക്ട് ഈച്ച് ആൻഡ് എവരി വൺ. താങ്കളുടെ തൊട്ടടുത്ത് കാണുന്ന ഭാര്യയോട് ഒരുത്തൻ വന്ന് പറയുകയാണ്, നിന്റെ നിതംബം കാണാനായിട്ട് വളരെ സെക്സിയാണ്, ഞാൻ അതിനകത്തോട്ട് കൊതഭോഗം നടത്തട്ടെ എന്ന് ചോദിക്കുന്ന അവനോട് സഹോദര താങ്കളുടെ റെസ്പെക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. എങ്ങനെ സഹോദര? സഹോദര മാത്യു ജോർജ് സണ്ണി, ഊരിയ പടിക്കൽ, താങ്കൾ ഊരിയാലേ പഠിക്കത്തോളെങ്കിൽ ഞാൻ ഊരിക്കോളാം. താങ്കളുടെ ഭാര്യ, തൊട്ടടുത്ത് നിൽക്കുന്ന ഭാര്യയുടെ നിതംബത്തിൽ വന്ന് ഒരുത്തൻ കരതലം അമർത്തിക്കൊണ്ട് പറയുകയാണ്, നിന്റെ നിതംബത്തിൽ കാണാൻ നല്ല സെക്സിയാണ്, അതുകൊണ്ട് ഞാൻ കൊതത്തിലോട്ട് ഒന്ന് ഭോഗിച്ചോട്ടെ എന്നുകൊണ്ട് താങ്കളുടെ ഭാര്യയോട് ചോദിക്കുന്ന അവനോട് താങ്കൾ എന്ത് റെസ്പെക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് എന്നുള്ള ആ റെസ്പെക്റ്റ് മറുപടി എനിക്ക് പറഞ്ഞാൽ വളരെ വളരെ നല്ലതായിരുന്നു. ഞാൻ പഠിച്ചിട്ട് അതിനുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്തോളാം. എന്തു പറയുന്നു സഹോദര? എന്നെ പഠിപ്പിക്കുവോ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവന്മാരൊന്നും എന്നെ പഠിപ്പിക്കില്ല, അതാണ് എനിക്കും ഭയങ്കര വിഷയം. ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ, കാരണം ഇവർ കൊട്ടേഷൻ കൊടുത്ത് വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. ഞാനിവിടെ വെയിറ്റ് ചെയ്തില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി എന്നൊക്കെ പറയരുത്. ഇവിടെ ഒരു കസേര അടപ്പുണ്ട്, ഞാൻ അവിടെ ഇരിക്കട്ടെ. സഹോദര പോയോ? മാത്യു ഊരിയ പടിക്കൽ,
മാത്യു ജോർജ് ഊരിയ പഠിക്കൽ എല്ലൂരി എടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിലും പഠിക്കുമെന്നായിരിക്കും അല്ലേ? അതുകൊണ്ട് നമുക്കൊന്ന് ഊരാ, അയാൾക്കും പഠിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതിന്റെ ആ ഉത്തരം എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ റെസ്പെക്റ്റോടെ സംസാരിക്കാൻ പഠിച്ച ഞാൻ എനിക്ക് റെസ്പെക്റ്റ് ദീപ തീർച്ചയായിട്ടും പോയോ? മാത്യു ജോർജ് ഊരിയ പഠിക്കൽ പോയോ? മാത്യു ജോർജ് ഊരിയ പഠിക്കൽ ആമോസ് ജിപ്സും. ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിൽ ഇയാളൊന്നും പറയില്ലായിരിക്കും. ഇനി ഭാര്യയ്ക്ക് സമ്മതമില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഇയാളുടെ റെസ്പെക്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടേ? എന്റെ പ്രിയ സഹോദരന്മാര് ദേഷ്യം കയറ്റിക്കരുത് കേട്ടോ. എന്നെ വന്നിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കാനും വരും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ആ തരത്തിലുള്ള രീതിയിലാണ് എനിക്ക് കമന്റുകൾ വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ പ്രതിരോധിക്കണ്ടേ? നിങ്ങൾ എനിക്ക് അതിനുള്ള മറുപടി താ. ഈ ഊരിയാ പഠിച്ചാലും ഊരത്തില്ലെങ്കിൽ പഠിച്ചില്ലെങ്കിലും ഒക്കെ പഠിക്കുവോ? നിങ്ങൾ പഠിക്കാതിരിക്കോ ചെയ്തോ? ഊരിയാലേ പഠിക്കത്തുള്ളൂ എങ്കിൽ ഊരി പഠിക്കോ, ഊരാതെ പഠിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. കമന്റ് ഇട്ടിട്ട് പോകും, എന്നിട്ട് ഓടിക്കളയും. ചോദിച്ചതിന് ഉത്തരം പറയത്തൂല്ല. എങ്ങനെയാണ് അവനെ റെസ്പെക്ട് ചെയ്യുന്നേ? എനിക്കറിയത്തില്ല. നിങ്ങൾ പറഞ്ഞു തരണ്ടേ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നവര്? വല്ലാത്തൊരു കഷ്ടമാ ഈ മനുഷ്യർ കാണിക്കുന്നത് മുഴുവനും. എന്നോട് വന്ന് ചോദിക്കും റെസ്പെക്ട് വൺ ഈച്ച് എവരി വൺ. ശകുതിരി റെസ്പെക്ട് ചെയ്യൂ എവരി വൺ, ഈച്ച് എവരി വൺ. ഞാൻ റെസ്പെക്ട് ചെയ്തോളാം. എന്നെ ഒന്ന് പഠിപ്പിക്കുന്നത്. ഇന്നലെയും വന്ന് ഒരുത്തം പഠിപ്പിക്കാൻ വന്നു. അവസാനം പഠിപ്പിച്ച് വെളുക്കാൻ ചേച്ചത് വേണ്ടായെന്ന് കണക്ക് അവസ്ഥയായി. മാത്യു ജോർജ് സുന്നി ഊരിയ പഠിക്കൽ. സണ്ണിയല്ല, സുന്നിയാണെന്ന്. അവൻ പോയോ? അതെന്തുവാ സഹോദരങ്ങളെ, നിങ്ങളിങ്ങനെ ഓടിക്കളയുന്നത് ശരിയുള്ള കാര്യമല്ല. നിങ്ങൾ എന്തുവാ ധീരന്മാരായി എന്തിനാ? സുഡാപ്പികൾ ആരും ഇല്ലേ? നേരത്തെ വന്നിട്ട് പോയവനൊക്കെ ഓടിയോ? ഞാൻ മലപ്പുറം കത്തി, അമ്പു, വില്ല് എല്ലാം എടുത്തോണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ഇനി അകത്തായിരിക്കുമല്ലോ എന്ത് ചെയ്യുന്നത്, കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, അകത്തായിരിക്കും കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ, ഞാൻ ഇതിലകത്തൂടി പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കത്തി, കടാര, അമ്പ്, വില്ല്, വാള് എല്ലാം എടുത്തുകൊണ്ട് അകത്ത് കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരുന്നാലോ അവർക്ക് വേഗത്തിൽ പണി തീർത്തു പോകാൻ അവസരം നമുക്ക് കൊടുക്കാം. നാളത്തേക്ക് വേണ്ടി തിന്നു മലക്കാൻ വേണ്ടി കച്ചവടം പൊടി പിടിക്കുക ഓമാര്. ചേച്ചി, അവര് താമസിക്കുന്ന സ്ഥലം ഒന്ന് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുമോ? ഇതെല്ലാം അവന്മാര് താമസിക്കുന്ന സ്ഥലമായി, തുലികന്മാര്. സുഡാപ്പി ആർ മോർണിംഗ് ഫോർ ഹിം. അവന് വേണ്ടി കരയുവാണെന്ന്. അയ്യോ, അതൊക്കെ ചുമ്മാ അടവ് വേലത്തരുത്. ഇവിടെ കണ്ട, ഇവിടെ കച്ചവടം ഇത്രയും രാത്രിയായിട്ടും ഇസ്രായേലിൽ ആദ്യമായിട്ടാ ഇവിടെ കച്ചവടം പൊടി പിടിക്കുക.
ഒരു ഭാഗത്ത് അവിടെ ഇട്ട് ഗ്രില്ല് ചെയ്ത് തിന്നുന്ന എന്തെല്ലാം തരത്തിലുള്ള കച്ചവടം. ഇതിനകത്ത് പേടിച്ച് മൂത്രമൊഴിക്കാൻ പോയതാ ചേച്ചി, അതായിരിക്കും. അങ്ങനെ ആയിരിക്കാനാ സാധ്യത. മഴ പെയ്ക്കും. അയ്യോ, നരകം മൂത്രമൊഴിച്ചാൽ മഴയാ പെയ്യുന്നത്. നരകം മൂത്രമൊഴിക്കല്ലേ എന്ന് പ്രാർത്ഥിക്ക്. വെള്ളപ്പൊക്കം വരും ചിലപ്പം നരകം മൂത്രമൊഴിച്ചാൽ. സാധാരണ ആകാശത്ത് നിന്നും ബാഷ്പീകരണം വഴിക്കും വെള്ളം വന്നു കഴിഞ്ഞാൽ മഴയായിരിക്കും. നരകമാണ് മൂത്രമൊഴിക്കാനിരിക്കുന്നതെങ്കിൽ തീർന്ന് കട്ടപ്പുക, വെള്ളപ്പൊക്കവാ. ഇത് കണ്ടോ നമ്മുടെ ദമാസ്കസ് ഗേറ്റ്. ഇത് കണ്ടോ, ചരിത്ര സത്യങ്ങളിലൂടെ, ആ ചരിത്രത്തിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, ആ അനുഭൂതി. കർത്താവേ നന്ദിയപ്പാ. പ്രിൻസ് പാപ്പച്ചൻ, പോലീസ് കേസ് വരാതെ സുഖിക്കുക. അതെന്തുവാടാ? നീ പോലീസ് കേസ് വരാതിരിക്കുമ്പോ സുഖിക്കുകയാണോ ചെയ്യുന്നത്? അതെന്ത് സുഖിപ്പിക്കലാ? പ്രിൻസ് പാപ്പച്ചനെ, നീ പോലീസ് കേസ് വരാതിരിക്കുമ്പോ നീ സുഖിക്കുകയാണോ ചെയ്യുന്നത്? അതെന്താ, പോലീസ് കേസ് വരാതിരുന്ന നിനക്ക് ഇക്ലിയാവോ നീക്ക് സുഖിക്കാനായിട്ട്? അതോ പോലീസ് കേസ് വന്നില്ലെങ്കിൽ നിനക്ക് അഞ്ചാവോ? വല്ല MTMO കിട്ടുവോ? എന്തുവാടാ ലോജിക്കില്ലാതെ കമന്റ് ഇട്ട് തള്ളുന്നേ ഊളെ? എടാ ഊളെ, എന്ത് കമന്റ് ഇട്ടാടാ തള്ളുന്നേ? ഊള വന്നിരിക്കുന്നത് കമന്റ് ഇട്ട് തല്ലാനിട്ട്. പോലീസ് കേസ് വരാതെ സുഖിക്കുക എന്ന് അതിന്റെ ഊള കമന്റ്. ഇതേ നോക്ക്, കച്ചവടം പൊടി പിടിക്കുക. റൈസ് ചത്തതിന്റെ എത്രയും നേരമായിട്ടും കട അടച്ചിട്ടില്ല നാറുകള്. അവൻ ചത്തെന്നറിഞ്ഞതേ രാവിലെയാ. അന്നാ പിന്നെ ഒന്ന് ഹർത്താളം ആചരിച്ചുകൂടായിരുന്നോ? ചത്ത മരുന്നെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല. പ്രിൻസ് പാപ്പച്ചൻ, ആരും അറിയാത്ത കാര്യം വെറുതെ പറയരുത്. ഞാനിപ്പോ എന്താടാ ഊളെ പറഞ്ഞത്? ആരും അറിയാത്ത കാര്യം. ഞാനിപ്പോ എന്താണ് ആരും അറിയാത്ത കാര്യം പറഞ്ഞത്? അതും കൂടി നീ പറ. അല്ല, ആരും അറിയാത്ത കാര്യം പറയരുതെന്ന് പറഞ്ഞല്ലോ. ഞാൻ എന്താണ് ആരും അറിയാത്തൊരു സീക്രട്ട് വല്ലതും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സഹോദരങ്ങൾ, ഞാൻ ആരും അറിയാത്ത സീക്രട്ട് വല്ലതും പറഞ്ഞോ? ആരും അറിയാത്തൊരു കാര്യവും പറയരുതെന്ന്. അതെന്താണ് ഞാൻ ആരും അറിയാത്തൊരു കാര്യം പറഞ്ഞത്? ആരും അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ലല്ലോ. ഈ ലോജിക്കാണ് എനിക്ക് പിടികിട്ടാത്തത്. ആരും അറിയാത്ത ഒരു കാര്യവും പറയരുത്. അപ്പോൾ ആരും അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ച് കർത്താവ് നടന്നുപോയ വഴിത്താരകൾ, അതിലൂടെ നടക്കാനായിട്ട് എന്റെ സ്വർഗം കൃപ ചെയ്തതിന് നന്ദിയപ്പാ. ഒന്നിനും ഒന്നിന്റെ വീട്ടിലെ കാര്യം മാത്രം അറിയില്ല. ജോസ് അത് തന്നെ. ആരും അറിയാത്ത കാര്യം ആരും ഒന്നും പറയരുത്.
അജയ് ജയ് ചെയിൻ അത് തന്നെ, എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ച് അതിന്റെ സുഖത്തില്ല പാപ്പച്ചൻ, അത് തന്നെ. ഏ അയ്യോ, മനുരാജ് കമന്റ് ഇട്ടിരിക്കുവാണേ, ഉറക്കത്തിൽ നിന്നും മുള്ളാൻ എണീച്ചപ്പോൾ ഫോൺ എടുത്ത് FB യിൽ കയറിയതാണോ, ഉറക്കപ്പീച്ചിയാണോ എന്ന് അറിയാൻ ചോദിച്ചതാണെന്ന്. എനിക്ക് വയ്യ. അപ്പൊ നിങ്ങൾ ഈ എന്റെ ലൈവിനെ ഇങ്ങനെ ആക്കി ആദ്യം എന്തുവാ ഇപ്പൊ കോമഡി ലൈവാക്കി നിങ്ങൾ മാറ്റിക്കളഞ്ഞല്ലോ. או לקחו אותנו לאיזה כביש ראשי, ואז מצאו כביש ראשי, מסלול של ריצה כזה, של אנשים שרצים, פה בעיר וזה, רק ישר. ഓക്കെ. ആ കർത്താവേ നന്ദിയപ്പാ, ഈ വഴിത്താരകളെ ഓർത്ത് ദൈവത്തിന് നന്ദി. നമ്മുടെ IDF ഒക്കെ പോകുന്നത് കണ്ടോ? ഈ വഴിത്താരകളൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ ഒരുപാട് കാണിച്ചതാണ്. കാണിച്ചിട്ടും അന്നൊന്നും